ഹലോ മക്കൾസ്, നമ്മുടെ ആനുവൽ എക്സാമിന് തേർഡ് ചാപ്റ്റർ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കും വലിയൊരു പ്രോബ്ലം ആയിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നമ്മളെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ആക്ക സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ഇതിൽ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക. ഒന്ന് പിക്ചർ തന്നിട്ട് ഒന്നാമത്തെ ബോൾ ചെന്നിടിച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ബോളിന് എന്ത് സംഭവിക്കുന്നു, അങ്ങനത്തെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് രണ്ട് വ്യത്യസ്ത മാസമുള്ള വസ്തുക്കൾ തന്നിട്ട് ഒന്നൊരു പ്രത്യേക വെലോസിറ്റിയോട് പ്രവേഗത്തോട് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അടുത്തതിൻ്റെ വെലോസിറ്റി എത്രയാവും, പ്രവേഗം എത്രയാവും, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ പൊതുവെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി ഇനി ആ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഈ വരുന്ന ആനുവൽ എക്സാമിന് നിങ്ങൾ ഇതിൻ്റെ മാർക്ക് ഷുവറായിട്ടും കരസ്ഥമാക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം. മക്കൾസ് എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ അല്ലേ. അതായത് ആക്കത്തിന് മുന്നേയും ആക്കത്തിന് ശേഷം എപ്പോഴും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കി, ഈ ഒരു ബോൾ ഇവിടെ ചെന്ന് ഇടിക്കുന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഒറ്റ ബോൾ മാത്രമേ തെറിച്ചു പോകുന്നുള്ളൂ. രണ്ട് ബോളുകൾ ചെന്നിടിച്ചാൽ ഇവിടുന്ന് രണ്ട് ബോളുകൾ തെറിച്ചു പോകുന്നു. ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ബിഫോർ കൊളീഷൻ അല്ലേ, ഇടിക്കുന്നതിന് തൊട്ട് മുന്നേ ഇടിച്ചതിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനത്തെ ഒരു ഇക്വേഷനൊക്കെ കാണാം. പക്ഷെ ഈ ഇക്വേഷൻ ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ പ്രോബ്ലം വന്നാൽ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ വിചാരിക്കുന്ന കുറേ മക്കൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഈ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് m1u1 + m2u2 = m1v1 + m2v2. ഇങ്ങനൊന്നും പഠിക്കണ്ട, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേ വേണ്ട. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. മക്കൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കും. രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ഡയലോഗുകളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, നേരെ പിക്ചർ തന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കും, ഒന്നാമത്തെ ബോളിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം. അത് പോകുന്ന വെലോസിറ്റി പ്രവേഗം എത്രയാണ്, 10 മീറ്റർ/സെക്കൻഡ്. ക്വസ്റ്റ്യൻ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ബോളിൻ്റെ പ്രവേഗം എന്ന് പറഞ്ഞാൽ 3 കിലോഗ്രാം ആണ്. അത് പോകുന്ന അല്ലെങ്കിൽ അത് സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്, പ്രവേഗം എത്രയാണ്, 5 മീറ്റർ/സെക്കൻഡ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോവുകയാണെങ്കിൽ ഇതിന് വേഗത കൂടുതലാണ് മക്കൾ. അതുകൊണ്ട് തന്നെ ഇതിവിടെ ചെന്ന് ഇടിക്കാൻ സാധ്യത കൂടുതലല്ല, ഇടിക്കും. അങ്ങനെയെങ്കിൽ ഇടിച്ചു കഴിഞ്ഞിട്ട് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി v എത്ര, ഇതാണ് പരീക്ഷയ്ക്ക് സാധാരണ വരിക. അല്ലെങ്കിൽ അവസാനത്തെ വെലോസിറ്റി, അന്ത്യപ്രവേഗം, ഫൈനൽ വെലോസിറ്റി എത്ര, ഇതൊക്കെയാണ് നമ്മളോട് കാണാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇടിക്കുന്നതിന് മുന്നേ, ഇത് ഇടിച്ചതിന് ശേഷം. അപ്പോൾ ഇക്വേഷനൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയാം മക്കൾ. ഇവിടെ നോക്കൂ, ഇവിടെ എത്രയാണ് മാസ്, ഇവിടെയുള്ള വെലോസിറ്റിയെ ഗുണിക്കുക, പ്ലസ് ഇവിടെ എത്രയാണ് മാസ്, ഇവിടെയുള്ള വെലോസിറ്റി ഗുണിക്കുക, അതേ ഈക്വൽ ടു ഇവിടെ ഉള്ളത്. നോക്കിക്കോളൂ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം മക്കൾ. എല്ലാവരും കൂടി ശ്രദ്ധിക്കും. ഇവിടെ 2 കിലോഗ്രാം ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി 10, കണ്ടില്ലേ, 2 കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി എത്ര, 10. അപ്പോൾ 2 × 10 പ്ലസ് ഇവിടെ എത്രയാണ്, 3 കിലോഗ്രാം ഇൻറ്റു അതിൻ്റെ വേഗത എത്ര, 5. ഇതാണ് മക്കളെ ശരിക്കും എന്താ അറിയോ, m1u1 + m2u2 എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആവശ്യമുണ്ടോ, ഇല്ല. ഇനി ഈക്വൽ ടു ഇവിടെ എത്രയാണ്, 2 + 3 ഒരുമിച്ചാണ് പോകുന്നത്, ഇൻറ്റു അതിൻ്റെ v കണ്ടെത്തണം. അപ്പോൾ ഇനി നോക്ക്, 2 × 10 പറഞ്ഞാൽ നമുക്ക് 20 എന്ന് കിട്ടി, പ്ലസ് 3 × 5 എന്ന് പറഞ്ഞാൽ 15 സമം ഇവിടെ 2 + 5 പറഞ്ഞാൽ 2 + 3 എന്ന് പറഞ്ഞാൽ 5 × v. ഇത്രേ ഉള്ളൂ മക്കൾ. ഇതാണ് നിങ്ങൾ നേരത്തെ പഠിച്ച m1u1 + m2v2 = m1v1 + m2v2. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈസി ആയില്ലേ. അപ്പോൾ നോക്കി, ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ബോളിൻ്റെ മാസും ആദ്യത്തെ വെലോസിറ്റി പ്ലസ് രണ്ടാമത്തെ ബോളിൻ്റെ മാസ് രണ്ടാമത്തെ വെലോസിറ്റി ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ മാസും ഇവിടുത്തെ വെലോസിറ്റി. ഇനി ഇവിടെയും ഓരോന്നോരോന്ന് വേറെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഇവിടെ ഒരുമിച്ച് പോകുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 + 3 എന്ന് എടുത്തത്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ, 20 + 15 നമുക്കറിയാം എത്ര, 35 സമം 5v. അങ്ങനെയെങ്കിൽ v സമം 35/5, 7 × 5 35 പ്ലസ് 7 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും, 7 മീറ്റർ/സെക്കൻഡ്. മക്കൾ ഇപ്പോൾ നോക്കൂ, ചില കുട്ടികളൊക്കെ വിചാരിക്കേണ്ടാവും, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ആക്ക സംരക്ഷണ നിയമത്തിൻ്റെ പ്രോബ്ലം ഇത്ര ഈസിയാണോ? ഞാൻ ആ ഇക്വേഷൻ കണ്ടപ്പോൾ m1u1 + m2v2 എന്നൊക്കെ കണ്ടപ്പോൾ ആകെ പേടിച്ചിരുന്നു. പക്ഷേ ഇക്വേഷൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, ഏത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും ഒരു പേടിയും പേടിക്കേണ്ട, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മക്കളെ. അപ്പോൾ അടുത്ത എക്സാമിന് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യനുമായിട്ട് മാരത്തോൺ ലൈവിലൊക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവുക. നല്ല ഉയർന്ന മാർക്ക് നേടട്ടെ. 10ാം ക്ലാസ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.